നമസ്കാരം ഡാഗസ്റ്റുഡിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് സ്റ്റാർ വാർ ഫിലിംസിലൊക്കെ കാണുന്ന പോലെ ഒരു സ്വാഡ്, ഒരു വാള്, ലൈറ്റ്നിങ് ഒക്കെ ആയിട്ടുള്ള ഒരു വാള്, പച്ച, മഞ്ഞ, നീല, ചുവപ്പ് എന്ത് കളറായിക്കോട്ടെ അങ്ങനെ ഒരു വാൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്യൂഷൻ്റെ അകത്ത് ചെയ്തു പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഇതിന് ഞാനൊരു ഗ്രീൻ സ്ക്രീൻ ഫുട്ടേജ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ക്യാമറ ഷെയ്ക്ക് ആവാതെയും അതേപോലെ ഓട്ടോ മോഡുകൾ ഉണ്ടാവും, ലൈറ്റിൻ്റെ ഓട്ടോ മോഡ് അതേപോലെ ഫോക്കസിൻ്റെ ഓട്ടോ മോഡൊക്കെ ഓഫ് ആക്കിയിട്ട് മാനുവൽ മോഡിലിടുക. ഒറ്റ ലൈറ്റിൽ വരിക, ഫ്ലിക്കറിങ് വരാതിരിക്കാനാണ്. പിന്നെ അതേപോലെ ഫോക്കസ് മാറി കളിക്കാതിരിക്കാൻ മാനുവൽ ഫോക്കസിൽ സെറ്റ് ചെയ്ത ശേഷം ഒരു ട്രൈപോഡിൽ വെക്കുക കേട്ടോ, ഇളകാതെ ഷൂട്ട് ചെയ്യാം. പിന്നെ അതേപോലെ ഈ വാളിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ഈ കയ്യിലുള്ള വാള് കണ്ടോ, വാളിൻ്റെ രണ്ടറ്റത്തും ഞാൻ രണ്ട് ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കറുപ്പ് കളറിൽ. ഇത് ട്രാക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതേപോലെ നിങ്ങൾ കറുത്ത വടി ഉപയോഗിക്കുന്നതിന് കുറച്ചുകൂടെ നന്നാവുക. അതിൻ്റെ മുകളിൽ വെള്ള കളറിൽ എന്തെങ്കിലും പേപ്പർ എന്തെങ്കിലും ഇൻസുലേഷൻ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ട്രാക്കിംഗ് പോയിന്റുകൾ ഒന്ന് കൈയുടെ അവിടെയും ട്രാക്ക് ചെയ്യണം, പിന്നെ ഒന്ന് താഴെ വടിയിൽ ട്രാക്ക് ചെയ്യണം. ഇങ്ങനെ രണ്ട് ട്രാക്കർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്തും പോകാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് നമ്മൾ VFX ചെയ്യാൻ പോവുകയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി സെലക്ട് ചെയ്ത വീഡിയോയെ ഈ ഒരു ടൈം ലൈനിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എനിക്ക് വേണ്ട ഏരിയ അത്രയും സെലക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം എനിക്ക് ഇവിടുന്ന് മതി. ബാക്കോട്ടേക്കുള്ള ഭാഗം ട്രിം ചെയ്ത് ഒഴിവാക്കി, പിന്നെ ഫ്രണ്ടിലേക്ക് ഇത്രയും മതി. അപ്പോൾ മുന്നോട്ടേക്കുള്ള ഭാഗവും ട്രിം ചെയ്ത് ഒഴിവാക്കി. കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ട, ട്രിം ചെയ്താൽ മതി. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ബേസിക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സ്പീഡിൽ എങ്ങനെ എഡിറ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞ് കണ്ടു നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഫ്യൂഷൻ ക്ലിപ്പാക്കി മാറ്റാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നേരെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഫ്യൂഷൻ ക്ലിപ്പ് എന്ന് കാണാൻ പറ്റും. ഓക്കെ അല്ലേ. അത് സെലക്ട് ചെയ്യുക, നേരെ ഫ്യൂഷൻ ടാബിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊരു ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടും. നിങ്ങൾക്കറിയാം, വലിച്ച് ഇവിടേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ കാണാം. രണ്ടാം സ്ക്രീനിൽ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ രണ്ടാം സ്ക്രീനിൽ കാണാം അല്ലേ. ഇനി അങ്ങനെ അല്ലെങ്കിൽ 1, 2 കീബോർഡിൽ 1, 2 അടിച്ച് കഴിഞ്ഞാൽ, 1 അടിച്ച് കഴിഞ്ഞാൽ അതാ ഇവിടെ കാണാം, 2 അടിച്ച് കഴിഞ്ഞാൽ ഇവിടെയും കാണാം. ഓക്കെ, അതൊക്കെ ബേസിക്കാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഗ്രീൻ സ്ക്രീൻ ഒന്ന് റിമൂവ് ചെയ്യുക അല്ലേ. നിങ്ങൾക്കറിയാം, ഷിഫ്റ്റ് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെനു നമുക്ക് അപ്പിയർ ആവും. ഇതിൻ്റെ അകത്ത് 3D കിയർ അല്ലെങ്കിൽ ഡെൽറ്റ കിയർ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ ഡെൽറ്റ കിയർ, ഡെൽറ്റ എന്ന് സെർച്ച് ചെയ്താൽ ഡെൽറ്റ കിയർ ആഡ് ചെയ്യാം. എന്നിട്ട് ഗ്രീനിനെ കുറച്ച് മുന്നോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ആവും. ഓക്കെ അല്ലേ. ബാക്കി സെറ്റിങ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. ഷിഫ്റ്റ് സ്പേസ് ഞാനിവിടെ 3D കിയറാണ് ആഡ് ചെയ്യുന്നത്. 3D കിയറിനെ ഇവിടേക്ക് ആഡ് ചെയ്തു. 3D കിയറിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റുഡിയോ വേർഷനിൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡെൽറ്റ കിയറും കൂടെ കാണിച്ചു തന്നത് കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാം, ഈ ഒരു ഏരിയ എനിക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതിന് വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് നോഡിനെ അവിടേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ആൽഫ ചാനൽ 0ലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടുന്ന് ഒരു കണക്ഷൻ വലിച്ചിട്ട് ഈ ഒരു ഡെൽറ്റ കിയറിൻ്റെ ഔട്ടിലേക്ക് കൊടുക്കുക. ഓക്കെ അല്ലേ. ബാക്ക്ഗ്രൗണ്ട് മഞ്ഞ കണക്ടറിലാണോ കണക്ട് ആയതെന്ന് കൺഫേം ആക്കുക. പച്ചയിലാണെങ്കിൽ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്വാപ്പ് ഇൻപുട്ട് കൊടുക്കുക. ഇതൊക്കെ ബേസിക്കലി നമ്മൾ ഒരുപാട് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ കുറച്ച് സ്പീഡിൽ പോകണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഇല്ലെങ്കിൽ ബേസിക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കുകയാണ്. ഇനി എന്തിനാണ് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടും മെർജും ആഡ് ചെയ്തതെന്ന് വെച്ചാൽ, മാസ്കിന് എനിക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മാസ്കിനെ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇവിടേക്ക് കണക്ട് ചെയ്യുകയാണ്. എന്താ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്വയർ മാസ്ക്. ഇതൊക്കെ ബേസിക് ആണ് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറച്ച് പച്ച കളറൊക്കെ ഈ സൈഡിലൊക്കെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ 3D ഗിയറിൽ വന്ന ശേഷം ഈ ഡെസ്പിൽ ഒന്ന് മുന്നോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ആ പച്ചയും കൂടെ പോയി കിട്ടും കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണോ എന്ന് നോക്കുക. ഇവിടെയൊക്കെ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്, അതൊക്കെ ക്ലിയർ ആക്കുക കേട്ടോ. മാക്സിമം നല്ല, ഞാൻ പറഞ്ഞാൽ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടുതൽ കളിച്ച് ടൈം കളയണ്ട. അപ്പോൾ ഇവനെ ഞാൻ ഒന്നേങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ സ്വാഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോഡിനെ അവിടേക്ക് ആഡ് ചെയ്യണം. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് നോഡ്. ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് നമ്മൾ നേരത്തെ അവിടെ യൂസ് ചെയ്തില്ല, അതേ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് കേട്ടോ. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ജസ്റ്റ് കോളം 1ലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ ബ്ലാക്ക് കളറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കളറിൽ വന്നിട്ട് ഇൻസ്പെക്ടറിൽ കേട്ടോ, കളറിൽ വന്നിട്ട് വൈറ്റ്, ഫുൾ വൈറ്റ് കളറിലേക്ക് കൊണ്ടുവരിക. ഓക്കെ അല്ലേ. എന്നിട്ട് ഇവിടുന്ന് ഒരു പോളിഗൺ എന്ന് പറഞ്ഞൊരു മാസ്ക് കാണാൻ പറ്റും. കണ്ടോ, പോളിഗൺ എന്ന് പറഞ്ഞൊരു മാസ്കിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ. ഇപ്പോൾ നമുക്ക് ഒന്നുമില്ലാത്ത ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ഈ പോളിഗൺ മാസ്കിലും ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു സ്വാഡ് വരയ്ക്കണം അല്ലേ. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു സ്വാഡ് ജസ്റ്റ് വരച്ചു. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇനി മാറ്റി വെക്കേണ്ട ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിൽ 16th പോയിൻ്റാണ്. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, 0ലേക്ക് കൊണ്ടുവച്ച ശേഷം ഇവിടുന്ന് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെ എൻഡിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ലൈന് കിട്ടില്ല. ഈ ലൈനാണ് നമ്മൾ ഇനി സ്വാഡ് ആക്കാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടി എന്ത് ചെയ്യുക, പോളിഗണിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എൻ്റെ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോർഡർ വെടുത്തുനിന്ന് കാണാൻ പറ്റും. അത് ഇത്തിരി മുന്നോട്ടേക്ക് കൂട്ടി നോക്കിയേ. അപ്പോൾ നമുക്കൊരു വെള്ള കളറിൽ അവിടെ കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യുക, സോഫ്റ്റ് എഡ്ജും വേണമെങ്കിൽ കുറച്ചൊന്ന് മുന്നോട്ടേക്ക്
ആക്കി വെക്കുക. ഒരിത്തിരി കേട്ടോ, നമുക്ക് എത്രയാണോ വേണ്ടത് അതേപോലെ നീക്കി വെക്കുക. ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. ഇവിടെ ഗ്ലോ എന്നൊന്ന് സെർച്ച് ചെയ്യുക. GLOW ഗ്ലോ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഗ്ലോ ഇങ്ങനെ 2 ഓപ്ഷൻ കിട്ടും. ഇതിൽ രണ്ടാമത്തെ ഈ ഓപ്ഷനിൽ അതിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആഡ് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഗ്ലോൻ്റെ ഇൻസ്പെക്ടറിൽ വരിക. ഇവിടെ നമുക്ക് ആൽഫ ലിമിറ്റ്സ് എഫക്റ്റ് എന്നുണ്ടാവും. ഇതൊന്ന് ടിക്ക് ചെയ്ത് ഓൺ ചെയ്തിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ താഴെ ഒപ്പാസിറ്റി ഉണ്ട്, ഒപ്പാസിറ്റി മാക്സിമം കൂട്ടിയിടുക. എന്നിട്ട് വാളിന് വേണ്ട ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പച്ചയാണ് വേണമെങ്കിൽ പച്ച സെലക്ട് ചെയ്യാം. ഇതേപോലെ വേണ്ട ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് പച്ച വേണമെങ്കിൽ പച്ച, ചുവപ്പ്, നീലമൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പച്ച കാണിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ചുവപ്പ് കാണിക്കുക അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഷൈൻ ത്രഷോൾഡ് കണ്ടോ, ഇത് കുറച്ച് ബാക്കോട്ടേക്ക് വലിച്ച് വെക്കുക. ഓക്കെ അല്ലേ. എന്നിട്ട് ഇവിടെ നമ്മൾ സ്പ്രെഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. സ്പ്രെഡ് എത്രത്തോളം വേണമെന്ന് മാക്സിമം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഒരു ലിമിറ്റ് വെച്ച് നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഈ സെറ്റിങ്സ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ പോളികളിൽ തന്നെ വന്നിട്ട് സോഫ്റ്റ് എഡ്ജൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വടീനെ ട്രാക്ക് ചെയ്യണം. എന്നിട്ട് ഇതിനെ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് നേരത്തെ ചെയ്ത് വെച്ച ഈ ഒരു സെറ്റപ്പില്ലേ, ഇതിനെ കുറച്ച് ബാക്കോട്ടേക്ക് വലിച്ച് വെക്കുകയാണ്. രണ്ടുപേരും മിക്സായി പോകണ്ട, ഇവരെ വേറെയും മറ്റേനെ വേറെയും തന്നെ ആക്കി വെച്ചു. ഇനി ഈ മെർജ് കഴിഞ്ഞ ശേഷം, അതായത് ഇവരൊക്കെ വന്നിട്ട് ലാസ്റ്റ് ഒരു മെർജിൽ നിന്ന് പിന്നെ ഔട്ടിലേക്കല്ലേ കണക്റ്റ് ആവുന്നത്. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവില്ല. അറേഞ്ച്മെൻ്റ് ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ തന്നെ ചെയ്ത് പോയിക്കോ. ഞാൻ എവിടെയെങ്കിലും മാറ്റം വരുത്തുന്നുണ്ട്, അതിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് തെറ്റിപ്പോവില്ല. അതേപോലെ F2 അടിച്ചിട്ട് നിങ്ങൾക്ക് റീനെയിം ചെയ്ത് വെക്കാനും പറ്റും. എനിക്ക് ബീറ്റ വേർഷൻ ആയതുകൊണ്ട് ചെറിയൊരു എറർ ഉണ്ട്, റീനെയിം ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ റീനെയിം ചെയ്യാത്തത്. നിങ്ങൾ ഇതേ ഓരോ ക്ലിപ്പുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മറന്നു അത് റീനെയിം ചെയ്ത് വെക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഈ മെർജിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് സ്പേസ് വീണ്ടും മെനു ഓപ്പൺ ചെയ്യുക. അതേപോലെ മെനു സെക്കൻഡ് സ്ക്രീനിലാണ് വരുന്നത്. ഓരോ പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വലിച്ച് വെക്കുകയാണ്. ട്രാക്കർ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 ട്രാക്കേഴ്സ് കിട്ടും. അതിൽ താഴെ വരുന്ന ഈ ഒരു സിംഗിൾ ട്രാക്കർ എന്ന് മാത്രം എഴുതിയ ഒരു ട്രാക്കറിനെ ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി ഞാൻ ഇതിനെ ട്രാക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ ഈ ഒരു ഏരിയ, നമ്മുടെ കൈയിൻ്റെ തൊട്ട് താഴെയുള്ള ഏരിയ, ഇവിടെ ഒന്ന് കറക്റ്റ് പോയിന്റ്. ഇനി വെള്ളയാണ് ട്രാക്ക് ചെയ്യുന്നത്. എവിടെയെങ്കിലും തെറ്റി പോവുകയാണെങ്കിൽ നമുക്ക് ട്രാക്കിങ് മാറ്റി കറുപ്പിലേക്ക് കൊടുക്കേണ്ടി വരും. കറുപ്പ് ഇൻസുലേഷൻ ഒട്ടിച്ചിരുന്നെങ്കിലും ഇതിൽ പ്രശ്നം വന്നത് എന്താണെന്ന് അറിയോ, എൻ്റെ ഡ്രസ്സ് കറുപ്പാന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ ട്രാക്കിങ് ഫുള്ള് കൊളായി. ഇത് മാക്സിമം 0-ൽ കൊണ്ടുവച്ച ശേഷം പൊസിഷൻ കൊടുക്കാൻ നോക്കുക കേട്ടോ. എനിക്ക് എവിടെ വെച്ചാലും ഈ ബാക്ക്വേർഡ് ഫോർവേഡ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും, കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് അഡാപ്റ്റീവ് മോഡ് കാണാൻ പറ്റുന്നത് നണ്ണ് മാറ്റിയിട്ട് ബെസ്റ്റ് മാച്ച് കൊടുക്കുക. വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഫോർവേഡ് ബാക്ക്വേർഡ് ഒന്ന് ട്രാക്ക് ചെയ്യാം. കറക്റ്റായിട്ടാണോ ട്രാക്ക് ആവുന്നതെന്ന് നോക്കണം കേട്ടോ. ആ ട്രാക്കർ നമ്മൾ സെലക്ട് ചെയ്ത് ആ പോയിൻ്റിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ മാക്സിമം കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും മാറ്റി ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇനി എനിക്ക് ഈ ഏരിയയും കൂടി ഒന്ന് ട്രാക്ക് ചെയ്തെടുക്കണം അല്ലേ, താഴെ ഭാഗം. അതിനുവേണ്ടി ഞാനൊരു ഇൻ്റലി ട്രാക്കും കൂടെ ഇവിടേക്ക് ആഡ് ചെയ്യുകയാണ്. ഈ ട്രാക്കറിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻ്റലി ട്രാക്ക് എന്നുള്ള ഈ ഒരു സംഭവം കൂടെ ഇവിടേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പോയിൻ്റ് ഇതാക്കുന്ന ഞാൻ ഇവിടേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ 2 ട്രാക്കും നിങ്ങൾക്ക് ഒരേ ടൈമിൽ ആഡ് ചെയ്ത ശേഷം ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ചെറിയൊരു എറർ വന്നുകൊണ്ടാണ് ഞാൻ ഇതിനെ വേറെ തന്നെ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ കണക്ട് ചെയ്തു, ബാക്കി സെറ്റിങ്സിലൊന്നും മാറ്റം വന്നില്ല. ഇവനൊന്ന് ഓഫ് ആക്കിയിടാം. ആദ്യത്തേതിനെ ഓഫ് ആക്കിയിട്ട ശേഷം ട്രാക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് എവിടെ പ്രശ്നം വരുന്നത് അറിയോ, ഇവിടെ വാച്ചിൻ്റെ ഒരു വെള്ള പോയിൻ്റും ഉണ്ട്, കറുത്ത പോയിൻ്റും ഉണ്ട്. അപ്പോൾ കറുപ്പ് ആഡ് ചെയ്യുന്ന സമയത്തും വെള്ള ആഡ് ചെയ്യുന്ന സമയത്തും കറക്റ്റ് അതിൻ്റെ മുകളിൽ വന്നിട്ട് അവിടെ നിന്നു പോയി. നേരത്തെ അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല, തിരിച്ച് വരുമ്പോൾ അവിടെ നിൽക്കും. ഇപ്രാവശ്യം കറക്റ്റായിട്ട് വന്നു കേട്ടോ, നേരത്തെ കറക്റ്റായിട്ട് വന്നില്ലായിരുന്നു. ഓക്കെ, നമ്മൾ ജയിച്ചു. ഡോറ പറയും പോലെ നമ്മൾ ജയിച്ചു. ഓക്കെ, ഇപ്പോൾ 2 ട്രാക്കിങ് കറക്റ്റായിട്ടാണ് പോകണത് അല്ലേ. നല്ല അടിപൊളിയായി ട്രാക്കായി. ഇനി നമുക്ക് സ്വാഡ് ക്രിയേറ്റ് ചെയ്ത ഈ 3 നോഡുകളില്ലേ, ഈ നോഡിൻ്റെ ഗ്ലോൻ്റെ ഔട്ടിൽ നിന്നൊരു പൈപ്പ് ലൈൻ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ട്രാക്കർ കഴിഞ്ഞ ശേഷം അതിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, സാധാരണ നമ്മൾ ട്രാക്കർ ഇവിടേക്കാണല്ലേ കണക്ട് ചെയ്യുക. ഇത് അതിന് പകരം എന്ത് ചെയ്യുക, പുറത്തേക്ക് തന്നെ കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി 0-ൽ തന്നെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ട്രാക്ക് കാണാൻ പറ്റും അല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ, ഈ ഒരു പോളിഗണിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് വേണമെങ്കിൽ കൺട്രോൾ കമാൻഡ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഈ ഒരു ഫസ്റ്റ് പോയിന്റിലേക്ക് കുത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പോളിഗൺ 1 പോളിലൈൻ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് അതിന് മുന്നോട്ടേക്കുള്ള ഓപ്ഷനിൽ വരിക. അതിൻ്റെ അത് നമുക്ക് പബ്ലിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം കേട്ടോ. പബ്ലിഷ്, അതിൻ്റെ അത് പബ്ലിഷ് 2 എന്നുണ്ടാവും. പബ്ലിഷ് 2 ഏത് ട്രാക്കറാണ്, ട്രാക്കർ ഫസ്റ്റത്തെ ട്രാക്കറല്ലേ, ട്രാക്കർ 1 അല്ലേ നമ്മളിതിൽ കൊടുത്തത്. അപ്പോൾ ട്രാക്കർ പാത്ത് 1 എന്നുള്ളതില്ലേ, ട്രാക്ക് 1 പാത്ത് എന്നുള്ളതിൻ്റെ പൊസിഷനുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അത് കണക്റ്റ് ആയിട്ടോ. ഇനി താഴേക്ക് ഡ്രാഗ് ചെയ്തിട്ട് എൻഡ് പോയിന്റിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിലുണ്ടാവും ഇതേപോലെ തന്നെ പോളിഗൺ 1 പോളിലൈൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് പബ്ലിഷ് 2 എന്നുണ്ടാവും. പബ്ലിഷ് 2 വന്നിട്ട് ട്രാക്ക് പാത്ത് 3 പൊസിഷൻ.
ഓക്കെ, സംഭവം കഴിഞ്ഞു. നോക്കിക്കോ. ഇനി ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്യാണ്. ഫിറ്റ് കൊടുത്തു. ഇപ്പോൾ ഞാൻ ഒന്ന് പ്ലേ ചെയ്യണേ. പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻസ് ഒക്കെ പോവും. ഇനി ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ നോക്കിക്കോ. കണ്ട വാള് കറക്റ്റായിട്ട് ട്രാക്ക് ആയിട്ടില്ലേ? ഇനിയിപ്പോൾ വീഡിയോ കഴിയാൻ കാത്തിക്കണം. ഇപ്പം തന്നെ കൊടുക്ക് ലൈക്ക്. ഒരു 50 ലൈക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങൾ തരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ പറ്റുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. വീഡിയോ കഴിഞ്ഞില്ല കേട്ടോ, മുന്നോട്ടേക്ക് പോവുകയാണ്. നല്ല സ്റ്റൈലായിട്ടുണ്ട് അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല അടിപൊളി ട്രാക്കിംഗ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കളറായി. ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ചതോ ആയ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ കിട്ടിയല്ലേ, ഇതൊരെണ്ണം അങ്ങോട്ട് ചാമ്പിയെന്നുള്ളൂ. ഇതൊന്നും നമ്മൾ പ്രൊഫഷണൽ അല്ലല്ലോ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ചെയ്യായതുകൊണ്ട് അത്ര നിങ്ങളെ നോക്കണ്ട. ബാക്ക്ഗ്രൗണ്ടുമായിട്ട് വലിയ മാച്ചൊന്നും തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ നേരെ ഇവിടുന്ന് ഈ ഒരു ഫോട്ടോനെ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് ഒരു ലൈൻ വലിച്ചിട്ട് എല്ലാ ഇതും കഴിഞ്ഞ് ഔട്ടിന് തൊട്ട് മുന്നേയുള്ള മെർജിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഫോർഗ്രൗണ്ടിലും ബാക്ക്ഗ്രൗണ്ടിലും മാറിയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? മെർജിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സ്വാപ്പ് ഇവിടെ കണ്ടോ, സ്വാപ്പ് ഇൻപുട്ട് ഉണ്ടാവും, അത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫോർഗ്രൗണ്ടിലും ഇത് ബാക്ക്ഗ്രൗണ്ടുമായി. ഇനി അതേപോലെ ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ടിട്ട് ഇവിടെ ഇപ്പോൾ HD തന്നെയാണ് റെസൊല്യൂഷൻ വരുന്നത്. ഞാൻ എടുത്ത വീഡിയോയും HD ആണ്. അതിന് പറയുമ്പോൾ ഇതിന് വേറൊരു റെസൊല്യൂഷനാണ് വരുന്നതെങ്കിൽ മൊത്തം കൊളാവില്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഈ മീഡിയയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. റീസൈസ് എന്ന് പറഞ്ഞൊരു നോഡ് ഉണ്ട്, റീസൈസ് നോഡ്. അതിനൊന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റെസൊല്യൂഷൻ ഇവിടെ കറക്റ്റായി 1090 1080 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഔട്ടിൽ കറക്റ്റായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇനി വേണമെങ്കിൽ ചെറിയൊരു ബ്ലറൊക്കെ കൊടുക്കണമെങ്കിൽ ഒരു ബ്ലർ നോഡിനെ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അതാ ഇവിടുന്ന് ബ്ലർ കിട്ടും കേട്ടോ. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഒരു മാസ്കും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഈ ബ്ലറിന് അതാ ഇവിടെ ഒരു സ്ക്വയർ മാസ്ക് അല്ലേ, ഇത് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ഒരു ബ്ലറിൻ്റെ ബാക്കിൽ നീല കണക്ടറിൽ കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? എന്നിട്ട് അത് എങ്ങനെയാണ് ബ്ലർ വേണ്ടത് ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ ഏകദേശം ഈ ഒരു ഏരിയ വരെ ബ്ലറൊന്നും ഫോർഗ്രൗണ്ട് ആയിട്ട് വരുന്നു, ബാക്കി ബാക്ക്ഗ്രൗണ്ടിലേക്ക് ബാക്കോട്ട് പോകുന്ന ഏരിയ ആണല്ലേ. അപ്പോൾ അവിടെ ഇത്തിരി ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇനി ബ്ലറിൽ വരിക, ഇത്തിരി ബ്ലറിൻ്റെ സൈസ് മുന്നോട്ടേക്ക് ഓവറായിട്ട് കൊടുക്കണ്ട, കുറച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി രസമാവും. അതുപോലെ കാലിൽ എന്ത് ചെയ്യണം? നല്ലൊരു ഷൂവോ അങ്ങനെ എന്തെങ്കിലും ഇടുക, പാൻറ്റും നല്ല ഇടുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് കളർ ഗ്രേഡ് ചെയ്യണമെങ്കിൽ നേരെ കളർ ഗ്രേഡ് പാനലിൽ വരിക. ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് എപ്പിക്കായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു കളർ ഗ്രേഡ് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒരു ഗ്രേഡ് കൊടുത്തു. എന്നിട്ട് ഇതിൽ മുകളിലും താഴെയും കട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? നേരെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വരിക. ഇവിടെ വന്നിട്ട് കേട്ടോ, എഡിറ്റിങ്ങിൽ വന്നിട്ട് ഇൻസ്പെക്ടറിൽ വന്നാൽ ക്രോപ്പ് ഉണ്ടാവും. ക്രോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ടോപ്പിലൊരു 100, താഴെ ഒരു 100. അപ്പോൾ ഒരു ഫിലിം ലുക്കിലേക്ക് വരും. P പ്രസ് ചെയ്താൽ ഫുൾ സ്ക്രീൻ കിട്ടും. എന്ന് പ്ലേ ചെയ്ത് നോക്കുക. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട വാളിൻ്റെ കാര്യം മാത്രമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതും പിന്നെ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. വാളിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ട്രാക്ക് ചെയ്യാനുള്ള കാര്യം മാത്രമാണ് ഇവിടെ കാര്യമായിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങൾ ചാറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വെബ്സൈറ്റിലും കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ 3ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.